ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. കിഴങ്ങ് മെഴുക്കുവരട്ടി പല രീതിയിലുണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു രീതിയാണിത്. ഇത് നമുക്കതിന് വേണ്ടി ഒരു 5 വലിയ കിഴങ്ങ് വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് കഴുകി എടുത്ത് വെച്ചാലേ കറുത്തുവേ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതുപോലെ അരിഞ്ഞ്. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പ് കത്തിച്ച് ഇത് റെഡിയാക്കാം. നോക്കേ, സ്റ്റവ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണേ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഒന്ന് കുറയ്ക്കാം. ഇതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കിഴങ്ങില്ലേ അതിട്ട് കൊടുക്കാം. ഈ ശകലം ഒന്ന് കൂട്ടാം. ഇതിലോട്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ച് കൊടുക്കേ. ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. ഇത് കവർ ചെയ്യുകയേ ചെയ്യല്ലേ. ഇനി ഇത് മീഡിയത്തിൽ തീ വെക്കേ. ഇതിലിടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുക്കണം. ഇതിങ്ങനെ കിടക്കട്ടെ, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ കിഴങ്ങുമൊക്കെ തീ മീഡിയത്തിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരുന്നു. കവർ ചെയ്യുകയേ ചെയ്യരുത്. കിഴങ്ങ് നാശമായി പോകും, കുഴഞ്ഞു വാരി. ഇനി ഇതിനകത്ത് ചെറിയ സ്പൂണേ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. നല്ലപോലെ മിക്സ് ചെയ്യാം. കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. എന്തായാലും ഇത് കുഴയില്ലേ. അത് നല്ല ക്രിസ്പിയായിട്ട്, അങ്ങ് ഭയങ്കര മൊരിഞ്ഞല്ല. ഞാൻ കാണിച്ചേ, നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇതൊരു ഇങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് റെഡിയായിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ കിടക്കട്ടെ. ഈ സെയിം തീ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നോക്കിക്കേ, നമ്മുടെ കിഴങ്ങ്
ഇനി ഇതിനകത്ത് ഒരു 2 വലിയ സവാള അരിഞ്ഞതേ. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണും വേണ്ട, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് ഇതിലോട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കേ. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. സവാള എപ്പോഴും ലാസ്റ്റ് മിനിറ്റിലേക്ക് കൊടുക്കാവല്ലേ, അല്ലെങ്കിൽ സവാള അങ്ങ് വെന്ത് വറുത്തങ്ങ് കരിഞ്ഞ് ഒരുമാതിരിയായി തീരും. ഇനി ഇതുപോലെ ഇങ്ങനെ കിടക്കട്ടെ. ഇപ്പം ഞാൻ തീ ഒന്നുകൂടെ കുറയ്ക്കേ. മീഡിയത്തിനും കുറച്ചും കൂടെ താഴെ ഇടാം, സിമ്പിളാക്കണ്ട, ഇങ്ങനെ കിടന്നോട്ടെ. ഇതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണേ. നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി നോക്കി എന്ത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയാവോ. ഞാനിവിടെ നിന്ന് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ തീ കൂട്ടിയും കുറച്ച് ഇട്ടുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കേ. അങ്ങ് സിമ്മിൽ തന്നെ ഇടുകയും വേണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേ ഉള്ളേ. ഓക്കെ, ആ സവാള കൊച്ചുള്ളി ഇട്ട് കൊടുക്കേ. ആ ലാസ്റ്റ് മിനിറ്റേ ഇട്ട് കൊടുക്കാവൂ. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടേ. നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡി. ഇതിപ്പോൾ ചപ്പാത്തിയോടെയും കഴിക്കാൻ. ഇതിൻ്റെ കൂടെ ഒരു തൈര് ഉടച്ചതും, സത്യം പറയാൻ തൈര് ഉടച്ചതും ഇതും മാത്രം മതി ചോറുണ്ണാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ എരിക്കനുസരിച്ച് മുളകിട്ട് കൊടുക്കുക. പിന്നെ അത് എന്തൊരു ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പച്ചമുളക് മാത്രമേ ഉള്ളേ. എരിക്കനുസരിച്ച് പച്ചമുളക് കൂട്ടും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കേ. ഞാനെപ്പോഴും ഗ്യാസ് ഓഫാക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഒന്നും കളയാനില്ല, കറിവേപ്പില പോലും കളയണ്ട. കാര്യം എല്ലാം നല്ല മൊരിഞ്ഞ്, കറിവേപ്പിലയും ആ പച്ചമുളകും എല്ലാം നല്ല മൊരിഞ്ഞ് ഇരിക്കുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. നമ്മുടെ ഈ കിഴങ്ങ് മെഴുക്ക് വരട്ടി നമുക്ക് ഈ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങ് മെഴുക്ക് വരട്ടി. സംഗതി നിസ്സാരം, പക്ഷെ ടേസ്റ്റോ നല്ലൊരു ടേസ്റ്റായിട്ടോ. വിശ്വസിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഓക്കെ, കിഴങ്ങ് മെഴുക്ക് വരട്ടി കണ്ടില്ലേ? നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റോട് കൂടിയ ഒരു കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. ഇതും തൈരുടച്ചതും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു പിക്കിളും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കേ. ചപ്പാത്തിക്ക് നല്ലതാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കേ.